ഓ പിന്നെ മുട്ടയും മൈദയും പഞ്ചസാരയും ക്രീം ഉണ്ടെങ്കിൽ ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ ഈ ഒരു കേക്ക്. അതിന് ഇത്ര റേറ്റ് വേണോ? ഇത്രയും വലിയ കാര്യമായിട്ട് പറയാൻ മാത്രം എന്താ ഇതിലുള്ളേ എന്നുള്ള ഡയലോഗ് എത്ര പേര് കേട്ടിട്ടുണ്ടാവും അല്ലേ? പലതരം കേട്ട് മടുത്ത കാര്യമാണിത്. ഓരോ തൊഴിലിനും അതിൻ്റെതായ സ്ട്രെസ്സും ബുദ്ധിമുട്ടും ക്യാഷ് ചെലവും നമ്മുടെ ബോഡി പെയിനും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അല്ലാതെ ഗവൺമെന്റ് ജോലിക്ക് മാത്രമേ അതിൻ്റെ വാല്യൂ ഉള്ളൂ, ബേക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് ചെയ്യുന്നതല്ലേ എന്നുള്ളത് കേട്ട് മടുത്ത ഒരുപാട് ബേക്കേഴ്സ് ഉണ്ടാവും എന്ന് എനിക്കറിയാം. കമന്റ് ബോക്സിലേക്ക് വാ, അപ്പോൾ നമുക്ക് കാണാം ആർക്കൊക്കെ എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന്. പിന്നെ കേക്ക് ഷോപ്പിൽ ഇത്ര റേറ്റ് ഇല്ലാലോ, നിങ്ങളടുത്ത് എന്താ ഇത്ര റേറ്റ് എന്ന് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. അവർ പ്രൊഡക്റ്റ് ബൾക്കായിട്ടാണ് ഇറക്കുന്നത്, അതുകൊണ്ട് തന്നെ കേക്കിന് റേറ്റ് കുറച്ചിട്ട് കൊടുത്താലും അവർക്ക് വലിയ നഷ്ടമില്ല. എന്നാൽ നമുക്ക് അങ്ങനെയല്ല, അത്യാവശ്യം റേറ്റ് കൊടുത്ത് വാങ്ങുന്ന സാധനത്തിന് റേറ്റ് ഇല്ലാതെ നമുക്ക് കൊടുത്താൽ നമ്മൾ നഷ്ടത്തിലല്ലാതെ പോവില്ല. അതും പോരാതെ നമ്മുടെ ബേക്കേഴ്സിന്റെ കേക്ക് എപ്പോഴും 1 300 400 ഉണ്ടാവും. എന്നാൽ കേക്ക് ഷോപ്പിലുള്ളതോ അവിടത് കൃത്യമായ അളവുമായിരിക്കും. അതാണ് വ്യത്യാസം.